ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ 10 ഹെഡ് ബ്ലോക്ക് ഫിഗർ എല്ലാവരും പഠിച്ചില്ലേ, അതിനൊന്ന് ജീവൻ വെപ്പിച്ചെടുത്താലോ. അപ്പോൾ നമുക്കതൊരു ഫ്ലഷ് ഫിഗർ ആയിട്ട് കിട്ടും. ഫ്ലഷ് ഫിഗറാണ് ശരിക്കുള്ള ഫാഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കത് പഠിച്ചാലോ. 10 ഹെഡ് വരച്ചെടുത്തില്ലേ, അതിനകത്ത് 0 to 1 നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചെടുത്തിട്ട് അപ്പോൾ അതിനകത്ത് ഓവൽ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെ ഒരു സർക്കിൾ വരച്ചെടുത്താൽ ഹെഡായി. പിന്നെ അതിൻ്റെ അടിയിലത്തെ ഒരു റെക്റ്റാങ്കിളിനകത്ത് ഉള്ളിലേക്ക് കർവ് ചെയ്തിട്ട് നെക്ക് വരച്ചെടുക്കാം. പുറത്തേക്ക് പോകരുത്, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി തിക്കായിട്ടുള്ള നെക്കാവും. അപ്പോൾ ഉള്ളിലേക്ക് കർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിന്നായിട്ടുള്ള ഒരു നെക്ക് കിട്ടും. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്യണ പോലെ വരയ്ക്കാം. പിന്നെ കൈയിൻ്റെ ജോയിൻസിൻ്റെ അവിടെ ഒന്ന് ഉള്ളിലേക്ക് കർവ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ജോയിൻ്റ് വിസിബിളാവും. പിന്നെ അത് കഴിഞ്ഞ് അടിയിലേക്ക് പോയിട്ട് ഫിംഗേഴ്സ് വരയ്ക്കാം. പിന്നെ ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെ 3യിലുള്ള ഒരു പോയിൻ്റില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കർവ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അവിടെ ശരിക്കും ആ ഒരു ബോഡി കർവ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ താഴെ നീയുടെ അവിടെ ആ ഒരു ജോയിൻ്റ് കാണുന്ന പോലെ അവിടെ ഒരു ആ ബോൺ വിസിബിൾ ആവണ പോലെ ഒരു മാർക്ക് കൊടുക്കുക. പിന്നെ അവിടെ ഒരു കർവ് കൊടുക്കുക, ഒരു ജോയിൻ്റ് കാണാൻ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോന്നിട്ട് ആംഗിൾ ബോൺ വിസിബിൾ ആവണ പോലെ വരച്ചു കൊടുക്കുക. പിന്നെ കാലിൽ ഫിംഗേഴ്സ് തിരിച്ചെരിഞ്ഞ് വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബ്ലോക്ക് ഫിഗറിൽ നിന്ന് ഫ്ലഷ് ഫിഗർ വരച്ചെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഫാഷൻ മോഡൽ വരയ്ക്കാൻ പഠിച്ചില്ലേ. വളരെ സിമ്പിളായിട്ട് 10 ഹെഡ് ബ്ലോക്ക് ഫിഗറിൽ നിന്ന് നമുക്ക് ഫ്ലഷ് കൊടുത്തിട്ട് ഫാഷൻ ഫിഗർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.